പേടിയും ഭയവും അതൊന്നുമില്ല. പേടിയും ഭയത്തിൻ്റെ ഒന്നും ആവശ്യം ഈ പുതിയ കാലഘട്ടത്തിലില്ല. ഈ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പരിതാപകരമാണ് അവസ്ഥ. കാരണം നമ്മളെല്ലാവരും പാർട്ടി കുടുംബമായിട്ട് ജീവിച്ച് ഇപ്പോഴും എൻ്റെ എല്ലാ കുടുംബക്കാരെല്ലാവരും പാർട്ടി കുടുംബം തന്നെയാണ്. നമ്മൾ പാർട്ടിക്കെതിരെ ഒന്നും ഇതര സ്ഥലത്ത് പോകാനോ പാർട്ടിക്കെതിരെ സംസാരിക്കാനോ ഒന്നും ഇല്ല ആളല്ല. അല്ല, നിലവിൽ ഞാൻ പയ്യന്നൂർ നഗരസഭക്കകത്ത് കാരാവാർഡ് പ്രതികരിച്ച് സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചാണ്. വിജയിച്ചതിന് ശേഷം നിരന്തരമായി എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇടപെടലാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പാർട്ടിക്ക് എന്ന രീതിയിൽ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ട് നടത്തുന്നത് ഞാൻ പറയുന്നില്ല. പാർട്ടിയിലെ ചില ആൾക്കാർ നിരന്തരം വേട്ടയാടുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിലവിൽ എന്നെ വേട്ടയാടുന്നതിന് ഉപരി ഇപ്പോൾ എൻ്റെ അമ്മയെ കൂടി വേട്ടയാടുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം അമ്മയെ നിരന്തരമായിട്ട് ഇപ്പം അമ്മയെ ഇടുന്ന് മാറ്റുക അല്ലെങ്കിൽ അമ്മയെ ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 5ഓളം പരാതികളാണ് കൊടുത്തിട്ടുള്ളത്. 5 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഇതുവരെ ഒരു രീതിയിൽ ഒരു പരാതിയോ കംപ്ലൈൻറ്റോ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം ഇപ്പോൾ പെട്ടെന്ന് നിരന്തരമായി 5 പരാതിയൊക്കെ പോകുമ്പോൾ ഞാൻ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിക്കുമല്ലോ. ഇന്നലെ ഇവിടെ രക്ഷിതാക്കളെ മീറ്റിംഗ് വിളിച്ചു. ടീച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ. ആ യോഗത്തിനകത്ത് വെച്ചാണ് ഈ പരാതികളൊക്കെ വായിച്ചത്. അപ്പോൾ ആ രക്ഷിതാക്കളാണ് എന്നെ രാത്രി വിളിച്ച് പറഞ്ഞത് അമ്മയോട് സൂക്ഷിക്കാൻ പറയണം, അമ്മേനെ ഏത് തരത്തിലും അമ്മേനെ എടുത്ത് പുറത്താക്കാനുള്ള ഒരു ചർച്ചയാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണമെന്നില്ല എന്നോട് രക്ഷിതാക്കൾ വിളിച്ചത്. ഒരു നമ്പൂരിക്കുട്ടിക്ക് ചിക്കൻ നിർബന്ധിച്ച് നൽകിയെന്നൊക്കെയാണ് പരാതിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഇവിടെ നമ്പൂരിക്കുട്ടി പോലും ഇല്ല ഈ പ്രദേശത്ത്. അപ്പം ആ രീതിയിൽ വരെ ഇല്ലാത്ത കാര്യം വരെ ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ അംഗനവാടി ഒരു നമ്മളെ ഇടതുപക്ഷ പാർട്ടീൻ്റെ ഒരു സ്ഥലത്താണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്, മുനിസിപ്പാലിറ്റി കൊടുത്തത്. അപ്പം അതിൻ്റെ ബാക്കി സ്ഥലമുണ്ട് ഇടതുപക്ഷത്തിൻ്റെ തന്നെ. ആ സ്ഥലത്തേക്കാണ് ഈ കാലാകാലങ്ങളായിട്ട് ഈ സ്ഥാപനം ഒരു 10-20 വർഷമായി. അപ്പം ആ ഊജാലയിലേക്കാണ് പോകുന്നത് വെള്ളം, ഒരു കുഴിയാക്കിയിട്ട്. പക്ഷെ ആ കുഴിക്ക് ഇത്രയും നാളില്ലാത്ത പരാതിയാണ് അതിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്നത്. ഒരു പാർട്ടിയുടെ സ്ഥലത്തേക്കൊരു വെള്ളം പോകുന്നതൊക്കെ പരാതി കൊടുക്കുന്ന പറഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളതാണ്. ഇത്രയും ഒരു നാടിൻ്റെ മുഖമായിട്ടുള്ള അംഗനവാടിക്കെതിരെ പരാതി കൊടുക്കുന്നതൊക്കെ ശരിയാണോ എന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇത്രയും ഹൈടെക് ആയ സമൂഹം, ഈ സമൂഹത്തിനകത്ത് ഇങ്ങനെ അക്രമങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവരെ മനസ്സിൻ്റെ ഒരു സാധനങ്ങളാണ്. ഇപ്പോഴും ശത്രുതാപരമായി പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഇല്ലൂന്നില്ല ആ സമാധാനം. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സൗഹൃദമാണ്. പക്ഷെ എന്നാൽ ഒരു ഭാഗത്തിലെ ആൾക്കാർ കൃത്യമായിട്ട് ശത്രുതാപരമായിട്ട് തന്നെ പെരുമാറുന്നു. പക്ഷെ അമ്മക്കെതിരെ ഇപ്പം 10-25 വർഷങ്ങൾക്ക് ആദ്യമായിട്ടാണ് പരാതി വരുന്നത്. അത് എന്നോടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിരന്തരം പരാതി കൊടുത്തുകൊണ്ട് അമ്മക്കെതിരെ ഒരു ബാഡ് ഇമേജ് വരുത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തുന്നത്. അപ്പോൾ അത് പാർട്ടി ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല, പാർട്ടിയിലെ ചില ആൾക്കാർ കൂടി ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മളെ തളർത്താൻ കഴിയുന്നില്ല ഇതിലാണ് പോകുന്നത്. ഏതായാലും തളരാൻ തയ്യാറല്ല എന്നില്ല പറയുന്നത്.